ആൽഫബറ്റ് നോളജ്. ആൽഫബറ്റ് നോളജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ്. ഇത് നമുക്ക് ഒരു ലെറ്ററിൻ്റെ നെയിം കണ്ടുപിടിക്കാനും അതിനായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സൗണ്ട് കണ്ടുപിടിക്കാനും പിന്നെ അതിൻ്റെ പ്രിന്റഡ് ഫോം റെക്കഗ്നൈസ് ചെയ്യാനും അത്യാവശ്യമാണ്. ഓരോ ലെറ്ററും എന്ന് പറയുന്നതും ഒരു വിഷ്വൽ ക്ലൂ ആണ്. അത് ഒരു സൗണ്ടുമായിട്ട് പെയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇൻഫർമേഷൻ സ്റ്റോർഡ് ആണ്. ഇന്ന ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് ഇന്നതാണ് എന്ന് ബ്രെയിനിൽ സ്റ്റോർഡ് ആണ്. അത് വെച്ച് പ്രോസസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് റൈറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും. ഇനി ആൽഫബറ്റ് നോളജിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് നോക്കാം. ആദ്യത്തേത്, there are 26 letter names. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 26 letter names ഉണ്ട്. രണ്ടാമത്തത്, ഈ 26 ആൽഫബറ്റ്സിന് കൂടിയിട്ട് 44 സൗണ്ട്സ് ആണ് ഉള്ളത്, which includes 19 vowel sounds and 25 consonant sounds. അടുത്തത്, ഈ അപ്പർ കേസും ലോവർ കേസ് ലെറ്റേഴ്സും മാത്രം നോക്കുകയാണെങ്കിൽ ആൽഫബറ്റ്സിന് 52 റിട്ടൺ ഫോംസ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ കർസീവ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇനിയും കൂടും. ഇനി അത് മാത്രമല്ല, ഈ ലെറ്റേഴ്സ് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ വേർഡ്സ് ഫോം ചെയ്യാൻ. ഈ വേർഡ്സ് കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ സെന്റൻസ് ഫോം ചെയ്യാൻ. ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് ഡിഫറെന്റ് ഫോൺസിലായിരിക്കും, ഡിഫറെന്റ് സൈസിലായിരിക്കും, ഡിഫറെന്റ് സ്റ്റൈലിലായിരിക്കും. അപ്പോ നമ്മൾ എന്താണ് ഇതൊന്നും വകവയ്ക്കാതെ നമുക്ക് ഒരു ലെറ്റർ തന്നു കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് ഏതാന്ന് കണ്ടുപിടിക്കണം. ഈ ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാക്ക് ഏതാന്ന് കണ്ടുപിടിക്കണം. ഇത് കൂട്ടിച്ചേർത്തിട്ട് എങ്ങനെയാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കാന്ന് നമ്മൾ കണ്ടുപിടിക്കും. സോ ആൽഫബറ്റ് നോളേജ് എന്ന് പറയുന്നത് റിട്ടൺ ആൻഡ് സ്പോക്കൺ ലാംഗ്വേജിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അതിനു വേണ്ടിയിട്ട് നല്ലൊരു ഗെയിമാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത്. സോ ഇതാണ് ഗെയിം, ABC ഗെയിം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെയാണ്. ഡോറ തീമിലാണ് ഇത് ഇറങ്ങിയത്. ഇത് ഫൺ സ്കൂളാണ് ഇറക്കിയത്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് തുറക്കുമ്പോൾ ഇതൊരു മാറ്റാണ് അതിലുള്ളത്. എൻ്റെ ബാക്ക് സൈഡ് ഡോറയുടെ ബാക്ക് പാക്കാണ്. ഫ്രണ്ട് സൈഡിൽ ആൽഫബറ്റ്സ് ഉണ്ട്. സോ ഇനി അത് കൂടാതെ നമുക്ക് കുറേ കാർഡ്സ് തന്നിട്ടുണ്ട്. ഈ കാർഡ്സിൻ്റെ ഒരു സൈഡിൽ ആൽഫബറ്റ്സും വേറെ സൈഡിൽ പിക്ചേഴ്സുമാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സുമാണ്. പിന്നെ ഒരു ഡോറയുടെ ഒരു കാർഡ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ആൽഫബറ്റ്സ്. പിന്നെ ഇത് തന്നേക്കണ ഈ ഔട്ടർ സാധനം കളയാണ്ട് വെച്ചേക്കണെന്ന് വെച്ചാൽ ഇത് മാച്ച് ചെയ്തിട്ട് തന്നെ എടുത്തു വെക്കാനായിട്ടാണ്. ഞാൻ ഓൾറെഡി ഇത് കളയാനിട്ടതാണ്, പക്ഷേ എൻ്റെ മോനാണ് അതെടുത്ത് വെക്കാന്ന് പറഞ്ഞേ. സോ അവർ അതേപോലെ തിങ്ക് ചെയ്യണ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇനി നമുക്ക് ഇതൊക്കെ ഊരിയെടുക്കാം, എന്നിട്ട് മാറ്റിൽ വെച്ച് നോക്കാം. സോ നമുക്ക് ഇത് വെച്ച് നോക്കാം. സോ ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ലെറ്റർ D ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് കറക്റ്റ് ആ ലെറ്ററിൻ്റെ മുകളിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്കിത് തിരിച്ച് വയ്ക്കാം. എന്നിട്ട് D for donut,
അങ്ങനെ പറഞ്ഞ് വെപ്പിക്കാം. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ലെറ്റർ എടുക്കാം. ലെറ്റർ ബി ഫോർ ബനാന. നമ്മളത് പറഞ്ഞിട്ട് വേണം അങ്ങനെ വയ്ക്കാൻ. നമുക്കിത് ഫുൾ അങ്ങനെ വെക്കാം. ലാസ്റ്റ് ഡേ നമ്മുടെ ഡോറയുണ്ട്. അപ്പോൾ നമുക്ക് ഡോറയും കൂടി അങ്ങോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇത് വേറൊരു ഫോമിലും കൂടിയും ചെയ്ത് നോക്കാം. നമുക്ക് ഇതേ മാറ്റ് എടുത്തിട്ട് ഇതിൽ നമ്മുടെ കയ്യിൽ ആൽഫബറ്റ്സ് ഉണ്ടാവുമല്ലോ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ ആൽഫബറ്റ്സ്, അത് മാച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ജി എടുത്തു, ജി വെച്ചു. ഇനി ക്യാപിറ്റൽസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വേണമെങ്കിൽ സ്മോൾ ലെറ്റർ വെച്ചിട്ട് മാച്ച് ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് നമ്മൾ പിക്ചേഴ്സ് ആയിട്ടാണ് മാച്ച് ചെയ്തത്. ഇപ്പം നമ്മൾ മെറ്റീരിയൽ ആയിട്ടാണ് മാച്ച് ചെയ്യണത്. അപ്പോൾ ഇത് മാച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇതിൻ്റെ ഒപ്പം കിട്ടിയതല്ല. അപ്പോൾ കളറൊക്കെയും ഡിഫറെൻ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യും തോറും എളുപ്പമായി വരും. ഇതൊക്കെയും ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നമുക്ക് നമ്മളെ പിള്ളേരെ കൊണ്ട് ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. താങ്ക് യു.